വിശുദ്ധ ബൈബിളിൽ ഇസ്രായേലിലെ ഒരു സ്ഥലമാണ് മഗ്ദൽ എന്ന ദേശം. മഗ്ദൽ എന്ന ദേശക്കാരിയായിരുന്നു മഗ്ദൽ മറിയം, അല്ലെങ്കിൽ മഗ്ദലക്കാരിയായ മേരി. ആ സഹോദരിയുടെ ജീവിതം വളരെ തകർന്നതായിരുന്നു. അവളെ തകർത്തത് പൈശാചിക ശക്തികളാണ്. അത് കാണുന്നത് ലൂക്കോസ് സുവിശേഷം 8-ാമത്തെ അധ്യായത്തിന്റെ 1-2 ഭാഗങ്ങൾ. ലൂക്കോസ് 8-ന്റെ 1-2 ഭാഗങ്ങൾ എഴുതിയിരിക്കുന്നു. അനന്തരം അവൻ ദൈവരാജ്യം പ്രസംഗിച്ചും സുവിശേഷിച്ചും കൊണ്ട് പട്ടണം തോറും യേശു കർത്താവ് സഞ്ചരിച്ചു. 2-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അവനോടുകൂടെ പന്തിരുവരും അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരത്തി മറിയയും. ശ്രദ്ധിക്കുക, 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരത്തി മറിയയും. നമുക്കറിയാം, ഒരു വ്യക്തിയെ അശുദ്ധാത്മാക്കൾ നയിച്ചാൽ, ഭൂതശക്തികൾ നയിച്ചാൽ, പൈശാചിക ശക്തികൾ നയിച്ചാൽ ഉറപ്പായിട്ടും അവൾ വെളിച്ചത്തിലല്ല, അവളുടെ ജീവിതം ഇരുട്ടിലായിരിക്കും. ഈ സഹോദരി മുൻപ് ആരായിരുന്നു എന്നുള്ളത് പല സുവിശേഷ ഭാഗങ്ങളിലും വ്യക്തമാക്കുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ ഉയർപ്പിനോടുള്ള ബന്ധത്തിൽ അവളെ അങ്ങനെയാണ്, ആ സഹോദരി അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ രാവിലെ ഉയർത്തെഴുന്നേറ്റിട്ട് താൻ 7 ഭൂതങ്ങളെ പുറത്താക്കിയ മഗ്ദലക്കാരത്തി മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷമായി എന്ന് എഴുതിയിരിക്കുന്നു. അവൾ പാപജീവിതം നയിച്ചവളായിരുന്നു. അവൾ പാപിനിയായ സ്ത്രീയായിരുന്നു. അവളിൽ അശുദ്ധാത്മാക്കൾ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ സർവീസിനകത്ത് വിശ്വാസത്തോടെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, ഒരു വ്യക്തിയെ അശുദ്ധാത്മാവ് നയിച്ചാൽ അവൻ്റെ ജീവിതം എന്തായി തീരുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ, ഞാൻ പ്രസംഗിക്കാതെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ നിങ്ങൾ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം എടുത്ത് വായിച്ചാൽ മതി. അവിടെ ഗദരദേശത്തെ ഒരു ഭൂതഗ്രസ്തനുണ്ട്. 6000 ഭൂതങ്ങൾ അവൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. അവൻ്റെ പാർപ്പ് കല്ലറയിലായിരുന്നു. അവൻ കല്ലെടുത്ത് അവനെ തന്നെ ചതയ്ക്കുമായിരുന്നു. അവൻ തന്നെ തന്നെ ശപിക്കുമായിരുന്നു. അവൻ വസ്ത്രം ധരിക്കില്ലായിരുന്നു. അവന്റെ ജീവിതം തകർന്ന് തരിപ്പണമായിരുന്നു. അതെ, അശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ നയിച്ചാൽ, പൈശാചിക മണ്ഡലങ്ങൾ ഒരു കുടുംബത്തെയോ വ്യക്തിയോ സ്വാധീനിച്ചാൽ അവന്റെ ജീവിതം ഒരിക്കലും ഒരു വിജയമായിരിക്കില്ല. അവളുടെ ജീവിതം ഒരിക്കലും ഒരു വിജയമായിരിക്കില്ല. അത് വൻ പരാജയമായിരിക്കുമെന്നുള്ള സത്യം തിരുവെഴുത്തുകളിൽ പല നിലകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇതേ അശുദ്ധാത്മ ശക്തിയാണ് ഈ സ്ത്രീയെ നയിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഒരിക്കലും ചിന്തിക്കരുത് മഗ്ദലക്കാരത്തി മറിയം ഭയങ്കര വിശുദ്ധയായിരുന്നു, അതുകൊണ്ടാണ് അവൾക്ക് ജീവിതമുണ്ടായത്. അവളുടെ ജീവിതം ഭയങ്കര ഒരിക്കലുമല്ല. തകർന്ന് തരിപ്പണമായ പാപജീവിതം നയിച്ച, ഈ ലോകത്തിലെ ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത, സ്തോത്രം, ഇന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഡോക്ടർ എഴുതി തന്ന ഒരു കുറിപ്പ് കൊണ്ടുപോയി മരുന്ന് മേടിച്ചാൽ അകത്തിരിക്കുന്ന ഭൂതം പുറത്തു പോകത്തില്ല. ഏത് സ്കാൻ എടുത്താലും ഈ സാധനത്തെ കാണാൻ പറ്റത്തില്ല. ഈ ലോകത്തിലെ ആർക്കും ആ വ്യക്തിയെ വിടുവിക്കാൻ പറ്റത്തില്ല. എന്നാൽ അശുദ്ധാത്മ മണ്ഡലത്തിന്റെ മേൽ, പൈശാചിക ശക്തികളുടെ മേൽ, ഇരുളിന്റെ മേൽ അധികാരമുള്ളവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന രാജാതിരാജാവും കർത്താവുമായ യേശു ക്രിസ്തു മാത്രമാണ്. യേശു കർത്താവിനെ, ദൈവപുത്രനായവനെ, വെളിച്ചമായവനെ, ഇരുളിൽ വസിച്ചിരുന്ന, പാപജീവിതം നയിച്ചിരുന്ന ആ സഹോദരിക്ക് പാപവിമോചകനായ ക്രിസ്തുവിനെ കാണാൻ, അരികിലെത്താൻ ഒരവസരം ലഭിച്ചു. ആ എൻകൗണ്ടറാണ് അവളുടെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ്, അല്ലെങ്കിൽ വഴിത്തിരിവ് എന്ന് പറയുന്നത്. ഈ മെസ്സേജ് കേൾക്കുന്ന എൻ്റെ മാന്യ സഹോദരങ്ങൾ, ദൈവമക്കൾ, സഭാവിശ്വാസികൾ, കൂട്ടുവേലക്കാർ, ദൈവദാസന്മാർ തിരിച്ചറിയണം ആദ്യമേ, എന്താണ് ജീവിതത്തിന്റെ വഴിത്തിരിവ്. അത് അമേരിക്കൻ വിസ കിട്ടുന്നതാണോ, അതോ പുതിയ ജോലി കിട്ടുന്നതാണോ, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച ചില വിഷയങ്ങൾക്കകത്ത് ഏതെങ്കിലും ഒരു പ്രത്യേകതരം വിടുതൽ നടക്കുന്നതാണോ, അതോ സാമ്പത്തികമായ അഭിവൃദ്ധിയാണോ, ലോട്ടറി അടിക്കുന്നതാണോ, എന്താണ് ജീവിതത്തിൻ്റെ യഥാർത്ഥമായ വഴിത്തിരിവ് എന്ന സത്യം നാം വ്യക്തമായി മനസ്സിലാക്കണം. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ജീവിതത്തിൻ്റെ വഴിത്തിരിവ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ
വിസയോ നിങ്ങൾക്ക് ലഭിക്കുന്ന ജോലിയോ പണമോ പദവിയോ പ്രതാപങ്ങളോ അല്ല. യഥാർത്ഥമായ ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിന്റ്, വഴിത്തിരിവ് എന്ന് പറയുന്നത് നിന്റെ സ്രഷ്ടാവിനെ, നിന്റെ രക്ഷകനെ, നിന്റെ വീണ്ടെടുപ്പുകാരനെ, നിന്റെ ദൈവമായ യഹോവേ യേശു ക്രിസ്തുവിനെ നിനക്ക് ലഭിക്കുന്നതാണ്, ലഭ്യമായി തീരുന്നതാണ്. ആ മൂമെന്റ് ആണ് നിന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവ് എന്ന് പറയുന്നത്. ചിലർ പറയുന്നു കല്യാണം കഴിക്കുന്നതാണ് ടേണിംഗ് പോയിന്റ്. Some people say that being married is the greatest turning point. 5 കല്യാണം കഴിച്ചത് ശരിയാകാത്ത സ്ത്രീയോട് പറയുന്നു, 5 കല്യാണം കഴിച്ചിട്ട് ശരിയാകാത്ത സ്ത്രീയോട് പറയുന്നു, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കും. വളരെ പറമ്പുകളും വസ്തുക്കളും നന്മകളും സമൃദ്ധിയുമുള്ള മനുഷ്യൻ ഇനിയും ഞാൻ കുറെ കളപ്പുരകൾ പണിയും, ഇനിയും ഞാൻ കുറെ സമ്പാദിക്കും എന്ന് പറയുന്നവനോട് വളരെ നൈസായിട്ട് കർത്താവ് ചോദിച്ചു, മൂടാ, ഇന്ന് രാത്രിയിൽ നിന്റെ ആത്മാവിനെ ഞാൻ അങ്ങ് പിടിച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടുപോയാൽ കളപ്പുര പണിയേണ്ടി വരില്ല. ആരെങ്കിലും പണിത് വെച്ച പെട്ടി നിനക്ക് സ്വന്തമാകും. നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് ഒരു സുവിശേഷകൻ എന്ന നിലയിൽ വളരെ യാത്ര ചെയ്യുകയും പലരുമായിട്ട് ഇടപെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ അല്പമൊക്കെ, ഒത്തിരി ഒന്നും അറിയില്ല, അല്പമൊക്കെ എനിക്കറിയാവുന്നൊരു സത്യമാണ്, പണവും പ്രതാപവും അധികാരവും ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥമായ സ്വസ്ഥത, സമാധാനം, നിങ്ങളുടെ അകത്തെ ആ വക്കം ഫീലിംഗ്, ആ ശൂന്യതയെ മാറ്റത്തില്ല. 1 രൂപ പോലും കയ്യിലെടുക്കാനില്ലാതെ ആത്മഹത്യ ചെയ്തവരെ എനിക്കറിയാം. 500 കോടി കയ്യിലുണ്ടായിരുന്നു, അത് ഈ 10 കോടി നഷ്ടപ്പെട്ടതുകൊണ്ട് ആത്മഹത്യ ചെയ്തവരെ എനിക്കറിയാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനമേ, മഗ്ദലക്കാരത്തി മറിയത്തിന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവ് യേശുവിനെ കണ്ടതാണ്.